ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വർക്കല പോയതിൻ്റെ ഫൈനൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ പാർട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മൺറോതുരത്തിൽ പോയിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ. 8:30 കറക്റ്റ് 8:30 തന്നെ വഴി ഇവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. 8:30 തന്നെ ഡ്രോപ്പ് ചെയ്തു, റൂമിലെത്തി. മൺറോതുരത്തിൽ എക്സ്പീരിയൻസ് ഇറ്റ്സ് നൈസ്. കണ്ടൽ കാടുകളിലൂടെയുള്ളൊക്കെ യാത്രയായിരുന്നു. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായി ഞാൻ പങ്കായൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് തുഴഞ്ഞു. പിന്നെ തോണിയുടെ മുകളിൽ കയറി ഫോട്ടോ എടുത്തു. നമ്മുടെ വഞ്ചി തുഴഞ്ഞ ചേട്ടൻ അടിപൊളിയായിരുന്നു. ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. ഹോസ്റ്റലിൻ്റെ നൈറ്റ് വൈബ് ലൈറ്റിംഗ് ഒക്കെയാണ് കേട്ടത്. മൺറോതുരുത്ത് പോയി വന്നതിൻ്റെ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ വിശപ്പും തുടങ്ങിയിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഇതിൻ്റെ മേലേക്ക് പോയി, കഫേയിലേക്ക്. ഹോസ്റ്റലിൻ്റെ മേലെയുള്ള കഫേ കേട്ടോ. അവിടുത്തെ രാത്രി ആംബിയൻസ് കൊള്ളായിരുന്നു, പക്ഷെ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയിട്ടുള്ള കഫേയിൽ നിന്നൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിന്റ് ലൈമും പ്രോൺസ് ബിരിയാണിയാണ് അവിടെ നിന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഇഷ്ടമായില്ലായിരുന്നു അവിടുത്തെ. അതിന് മുന്നുള്ള റിവ്യൂസിലൊക്കെ നല്ല ഫുഡായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അവിടെ അറിഞ്ഞപ്പോൾ അവിടുത്തെ ഷെഫ് എന്തോ മാറി എന്നൊക്കെ പറയുണ്ടായി. എന്തായാലും കഴിച്ച ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ഓക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോയില്ല, നേരെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ പുറത്തു പോവാണ് ഉണ്ടായത്. കുറച്ച് ബീച്ചിൻ്റെ കാഴ്ചകളും രാത്രി ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് പോയി. ഹോസ്റ്റലിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ സൗത്ത് ക്ലിഫിലോട്ട്. അപ്പോൾ അവിടെ ഇതേപോലെ കുറേ ഷോപ്സ് ഉണ്ട്, ഡ്രസ്സ്, ബാഗ്, അതുപോലെ കഫേസ് ഒരുപാടുണ്ട്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കുറേ കണ്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇതേപോലെ ഷോപ്സും കഫേസും ഒക്കെ ആയിരുന്നു. അപ്പോൾ രാത്രി കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഇതിൽ
കടല് കണ്ടു. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടക്കണമെന്നുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ. ഞാനേ കുറച്ച് ഫോട്ടോ എടുക്കാൻ നിന്നു. കാരണം ആരും എടുത്തു തരാനില്ലല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്പോട്ട് നോക്കി അവിടെ ഇരുന്നും നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നൈസ്. ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇന്നലത്തേക്കാളും എനിക്ക് ഇന്നിങ്ങനെ വന്നപ്പോൾ ഐ ആം മോർ ഹാപ്പി. പിന്നെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ കൂടുതലും മലയാളികൾ കുറവായിരുന്നു. നോർത്തിൽ നിന്നുള്ള കുറേ പേരെയാണ് ഞാൻ പരിചയപ്പെട്ടതും സംസാരിച്ചതൊക്കെ കേട്ടോ. ഇറ്റ് വാസ് നൈസ്. ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ ഇങ്ങനെ വെറുതെ കടലും കണ്ടെത്തിരെ തന്നെ ഇരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ കടലും കണ്ടെത്തിരെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ അധികം ക്രൗഡഡൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെന്താ, നൈസായിരുന്നു തന്നെ. ഇങ്ങനെ വന്ന് കുറേ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊന്നും ശരിയായില്ല. പിന്നെ ഞാൻ രണ്ടുപേരെ കൊണ്ട് എടുപ്പിച്ചു. അവരെനിക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻജോയ് ചെയ്ത് വെറുതെ ഇങ്ങനെ തിരയണ്ണി ഇങ്ങനെ ഇരിക്കുക, കുറച്ച് റിലാക്സ്ഡായി റിഫ്രഷ്ഡായിട്ട് ഇരിക്കുക. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ സോളോ ട്രാവൽ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതായത് ബീച്ചിലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഇനി എവിടെയും പോകണമെന്നില്ല. ഇത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഞാനതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നവർക്ക് അല്ല, ഇതിപ്പോൾ എന്താ അങ്ങനെ തോന്നുന്നവർക്ക് ഇതൊരു ഹാപ്പി ഒന്നും ആവില്ല. എന്നെപ്പോലെ ആഗ്രഹം സാധിക്കാതെ കുറേ നാളിരുന്നിട്ട് ഇതേപോലെ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളവർക്ക് ഇത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ മാത്രമായ ഒരു ദിവസം. അത് ഇത്രയും ദൂരം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വർക്കല വരെ വന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു, ചില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ നടക്കാൻ പറ്റാത്ത കുറേ സോളോ ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നടക്കട്ടെ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റട്ടെ. എനിക്കും പറ്റിയില്ല, അതുപോലെ നിങ്ങൾക്കും പറ്റിയൊരു ദിവസം. ഒരു ദിവസം അല്ലെങ്കിൽ അത് ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം, നമ്മൾ സെക്യൂർഡായിട്ടും അതുപോലെ അങ്ങനെയൊക്കെ. ഇതിപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാനാണ് ഇതിന് ഫുൾ എഫേർട്ട് ഇട്ട്. പിന്നെ നമുക്ക് പെർമിഷനും കൂടി വേണം. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി ബാക്കി ഇനി റൂമിൽ ചെല്ലണം. പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഫ്രഷാണ്. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫ്രഷ് ചെയ്ത് പല്ലൊക്കെ തേച്ച് പോകുന്നതാണ്. ചായ പോലും കുടിച്ചിട്ടില്ല. വേഗം ഇതിൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ത്രില്ല് കളയണ്ടെന്ന് വെച്ചിട്ട് വേഗം ഓടി പോന്നു. ഇനി പോയിട്ട് എന്തായാലും മണലിലൊക്കെ കളിച്ച് നനഞ്ഞു. അപ്പം ഇനി ഇതും കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് സോളോ ട്രാവൽ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ എല്ലാവരും ചോദിച്ചു, പറഞ്ഞവരൊക്കെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുമെന്നൊക്കെ. പക്ഷേ എൻ്റെ റിക്വയർമെൻറ്റ് അതായിരുന്നു. ഒരു ദിവസം വരെ എനിക്കൊരു ഐറ്റിനറി പോലെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തത്, സ്ഥലങ്ങൾ പോയത്. ഇവിടുന്ന് ഇനിയും പോകാനുണ്ട് കേട്ടോ. ജഡായുപ്പാറ, അഴിമല ശിവക്ഷേത്രം, പിന്നെ ജനാർദ്ദന ക്ഷേത്രം, അങ്ങനെ 2-3 അമ്പലങ്ങളും കൂടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ തന്നെ വരില്ല, ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ 2-3 ദിവസത്തിന് വേണ്ടി വരണം. ഇത് റിഫ്രഷ്, റിലാക്സ്, റീചാർജ് അങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു ഇതും കൂടെ ആയിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എപ്പോഴെങ്കിലൊക്കെ.
അപ്പം ഞാൻ അങ്ങനെ ചൂസ് ചെയ്തതാണ് വർക്കല ഒരു 1 ഡേ. പിന്നെ അക്കോമഡേഷനും കുഴപ്പമില്ലാതെ തന്നെ ഹോസ്റ്റലിൽ നല്ല അക്കോമഡേഷനായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ട് ഞാൻ ഉറങ്ങി. ഒരു 11:30 ആയപ്പോൾ ഞാൻ ഉറങ്ങി. ഒരു 6 മണി ഒക്കെ ആയപ്പോഴാണ് എണീറ്റ് ഫ്രഷായിട്ട് പോയത്. 6, 6:30. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെ വരണം എന്നുള്ളവർ നിങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം എൻ്റെ ഈ വീഡിയോ. ഞാൻ ഇതേപോലെ തന്നെയെന്നല്ല, ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഉപകാരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മോർണിംഗ് ബ്ലാക്ക് സാൻഡ് ബീച്ചിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ കുറെ ഫോട്ടോയും വീഡിയോയും പിന്നെ കുറെ നേരം ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ പോയി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് സമയം ഉണ്ടായിരുന്നു ട്രെയിനിന്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും രാത്രി പോയ അതേ സ്ഥലത്തിൽ കൂടെ ഒന്നും കൂടി കറങ്ങാനായിട്ട് പോയി. എങ്ങനെയാണെന്ന് 2 ടൈമിൽ നമുക്ക് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം, അങ്ങനെ പോയതാണ്. അതേപോലൊക്കെ തന്നെ രാത്രി കണ്ടത് രാവിലെ കാണുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു കഫേ ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു. എന്താണെന്നറിയില്ല. ഇവിടെ നിന്ന് തന്നെ ഈ കഫേയുടെ ആ ഭാഗത്തിൽ കൂടെ തന്നെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല, ഭയങ്കര രസമായിട്ടുള്ള ബീച്ച് വൈബ്സ് ആണ് ഉണ്ടായിരുന്നത്. അന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ബീച്ചായിരുന്നു കേട്ടോ ആ ഭാഗത്തൊക്കെ. ഞാൻ ഇറങ്ങിയ ഭാഗത്തൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചായിരുന്നു. പിന്നെ ഈ കുട്ടി ഞാൻ ഹോസ്റ്റലിൽ വെച്ച് കണ്ടുപിട്ടിയ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ അവരൊക്കെയായിട്ട് പരിചയപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ കാണുന്നതിന്റെ അറ്റത്താണ് കേട്ടോ. അവിടെയായിരുന്നു രാവിലെ വന്നത്, നേരത്തെ വന്നത്. രാവിലെ കുറച്ച് നേരത്തെയൊക്കെ വന്ന് അവിടെയാണ് ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കഫേസും ഷോപ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ രാവിലെയുള്ള വ്യൂ അടിപൊളിയായിരുന്നു. നൈറ്റുള്ളത് വേറെ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രാവിലെ വേറെ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ക്ലിഫിന്റെ ഏറ്റവും മേലൊക്കെ വന്നിട്ടുള്ള കാഴ്ചയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ഉള്ളൊരു ഇതല്ല, ശരിക്കും നേരിട്ട് കാണുമ്പോൾ വർക്കല പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അതൊക്കെ കണ്ട് കുറെ നേരം അവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഇന്നലെ നടന്ന പോലെ തന്നെ ഇന്ന് രാവിലെ ഇപ്പോഴും നടന്ന് കുറെ തിരിയൊക്കെ എണ്ണി വീഡിയോയും ഫോട്ടോയും അതൊക്കെ എടുത്ത് ആസ്വദിച്ച് അങ്ങോട്ട് നടന്നു. എൻ്റെ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയത്, നമ്മൾ തന്നെ ഒരു യാത്ര അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചൊക്കെ ഡിപ്പെൻഡഡ് ആണ്, അത് നമുക്ക് ലൈഫിൽ ഉണ്ടാവുമല്ലോ. എന്നാലും നമ്മളിങ്ങനെ ഓരോ തന്നെ ഉള്ള യാത്രകളൊക്കെ പോയി തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ഈ ഒരു ഏജിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ടുള്ളൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ഓരോന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള കുറേ അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ വർക്കല യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ബിൻസിക്കുട്ടിയാണത്. പിന്നെ അപ്പുറത്തിരിക്കുന്ന ആ പയ്യനും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൈബുള്ള 2 പേരായിരുന്നു അവർ. അപ്പോൾ ഹോസ്റ്റൽ അങ്ങനെ അടിപൊളിയായിരുന്നു. സ്റ്റേ ചെയ്യാനൊക്കെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് വർക്കല ഹോസ്റ്റൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ വീഡിയോ ഇടാനൊക്കെ വളരെ ലേറ്റാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ബിലോ.